കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു യാത്ര, ഫ്ലൈറ്റ് മാറിക്കയറിയ യാത്ര വലിയ വിവാദമായിരുന്നു. ഇതിനിടയിൽ ഉയർന്ന ഒരു പുതിയ ആക്ഷേപം ഇതാണ്: വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരെയും അമേരിക്കൻ മാധ്യമ പ്രവർത്തകരെയും കൊലയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ച് സ്വന്തം ജീവൻ മാത്രം രക്ഷിക്കാൻ ട്രംപ് നീക്കം നടത്തി എന്നതിനെ ചൊല്ലിയാണ് വിവാദം. നാറ്റോ ഉച്ചകോടിക്ക് ശേഷം ട്രംപ് എയർഫോഴ്സ് 1 വിമാനത്തിൽ നിന്നും തന്ത്രപരമായി മാറി മറ്റൊരു വിമാനത്തിലാണ് സഞ്ചരിച്ചതെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ വിവാദം കത്തുന്നത്. വിനോദ് ചേരുന്നു. വിനോദ്, ഇത് അമേരിക്കയിൽ വലിയ വിമർശനത്തിന് ഇടവെച്ച നീക്കമാണ്. അതേസമയം ഇതൊരു സുരക്ഷാ പ്രശ്നമാണ് ഇത് ഈ നീക്കത്തിന് പിന്നിലെന്ന് വൈറ്റ് ഹൗസ് വിശദീകരിക്കുന്നതുമുണ്ട്. എന്താണ് ഇത് സംബന്ധിച്ച് ഉയരുന്ന ആക്ഷേപം? സൈത്ത്, വലിയ വിമർശനമാണ് ഇക്കാര്യത്തിൽ ട്രംപ് കേൾക്കേണ്ടി വരുന്നത്. കാരണം തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടി, ആ ഉച്ചകോടി കഴിഞ്ഞ് എയർഫോഴ്സ് 1 വിമാനത്തിലാണ് സാധാരണ നിലയിൽ ട്രംപ് സഞ്ചരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രത്യേക വിമാനമാണ്. ആ വിമാനത്തിൽ തന്നെയാണ് വൈറ്റ് ഹൗസിലെ ഉദ്യോഗസ്ഥരും ട്രംപിനൊപ്പം സഞ്ചരിക്കുന്ന മാധ്യമപ്രവർത്തകരും ഒക്കെ തന്നെ ഉണ്ടാകാറുള്ളത്. ആദ്യം ഖത്തറിൻ്റെ വിമാനത്തിൽ, ഖത്തർ സമ്മാനമായി നൽകിയ ബോയിങ് വിമാനത്തിൽ ട്രംപ് അവിടേക്കുള്ള യാത്രയ്ക്ക് ഉപയോഗിക്കുന്നു. പിന്നീട് എയർഫോഴ്സ് 1ലേക്ക് യാത്ര മാറ്റുന്നു. ഈ സമയം ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണിയുണ്ട്. മിസൈൽ ആക്രമണം ഒരുപക്ഷെ ട്രംപ് സഞ്ചരിക്കുന്ന വിമാനത്തിന് നേരെ ഉണ്ടാകാമെന്ന ചില സൂചനകൾ പുറത്തു വരുന്നു. ട്രംപ് വിമാനം മാറി സഞ്ചരിച്ചു എന്ന തരത്തിലുള്ള ആദ്യ വാർത്തകൾ വന്നത് ഈ ബോയിങ് ഒഴിവാക്കി എയർഫോഴ്സ് 1ൽ സഞ്ചരിച്ചു എന്നതാണ്. പക്ഷേ അതിന് പിന്നാലെയാണ് C-32A എന്ന ഒരു ചെറു വിമാനത്തിലാണ് ട്രംപ് സഞ്ചരിച്ചതെന്ന വിവരം പുറത്തു വന്നത്. അതായത് ഈ പ്രധാനമായും ട്രംപ് സഞ്ചരിച്ച വലിയ വിമാനം, ആ എയർഫോഴ്സ് 1 എന്ന ഏറ്റവും വലിയ വിമാനം, ആ വിമാനത്തിൽ നിന്ന് തന്ത്രപരമായി ട്രംപ് ചെറിയ വിമാനത്തിലേക്ക് മാറുകയായിരുന്നു എന്ന ആക്ഷേപമാണ്. അത് മാറിയതാകട്ടെ അവിടെ ഈ കാറ്ററിംഗ് സർവീസിന് വേണ്ടിയുള്ള ചെറിയ വാനുണ്ട്. ആ വാനിനുള്ളിലേക്ക് ഈ വലിയ വിമാനത്തിൽ നിന്ന് താഴെ ഉള്ള ഗോവണിയിൽ, മറുവശത്തുള്ള ഗോവണി വഴി ഇറങ്ങുകയും ഒരു കാറ്ററിംഗ് വാഹനത്തിൽ കയറി ചെറിയ വിമാനത്തിലേക്ക് കയറുകയും അത് അന്ന് രാത്രി 10:30 മണിയോടുകൂടി ബ്രിട്ടനിൽ ഇറങ്ങുകയും ചെയ്തു. തൊട്ട് പിന്നാലെയാണ് ഈ എയർഫോഴ്സ് 1 വിമാനവും ബ്രിട്ടനിൽ ഇറങ്ങുന്നത്. ആ ഇറങ്ങുന്ന സമയത്ത് ഈ വിമാനത്തിലേക്ക് വീണ്ടും ട്രംപ് കയറി എയർഫോഴ്സ് 1ൽ നിന്ന് ഇറങ്ങി വന്ന് കൈവീശി കാണിക്കുകയൊക്കെ ചെയ്തു. അവിടെ ബ്രിട്ടനിൽ RAF മിൽട്ടൺ ഹാൾ ബേസിലാണ് ഈ വിമാനങ്ങൾ രണ്ടും ഇറങ്ങിയത്. പക്ഷേ പിന്നീടാണ് ഇങ്ങനെ ഈ ഭക്ഷണ വാഹനത്തിൽ കയറി മറ്റൊരു ചെറു വിമാനത്തിൽ കയറിയാണ് ട്രംപ് അവിടെ നിന്ന് യാത്ര ചെയ്ത് ബ്രിട്ടനിലെത്തിയതെന്ന വിവരം പുറത്തു വരുന്നത്. ഇതോടുകൂടിയാണ് ട്രംപിനെതിരെ വലിയ വിമർശനങ്ങൾ വരുന്നത്. അതായത് ഈ വലിയ വിമാനത്തിൽ വൈറ്റ് ഹൗസിലെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരും ഒക്കെ തന്നെ ഉണ്ട്. ഇറാൻ്റെ മിസൈൽ ആക്രമണം ഉണ്ടായെങ്കിൽ ഇവരെല്ലാം കൊല്ലപ്പെടുമായിരുന്നു. ട്രംപ് ആകട്ടെ വളരെ രഹസ്യമായി സുരക്ഷിതനായി ഒരു ചെറിയ വിമാനത്തിൽ യാത്ര ചെയ്യുകയും ചെയ്തു. അതായത് ഇവരെല്ലാം കൊലയ്ക്ക് കൊടുക്കാനുള്ള ഒരു നീക്കമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ട്രംപ് ഈ വിമാനത്തിൽ ഉണ്ടെന്ന് വിശ്വസിപ്പിക്കുക കൂടി ചെയ്തു. അതായത് ഇറാൻ ആക്രമിക്കുന്നെങ്കിൽ ട്രംപിനെ ലക്ഷ്യം വെച്ച് ഈ വിമാനം ആക്രമിക്കുകയായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ആ വിമാനത്തിൽ ട്രംപ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സീക്രട്ട് ഏജൻസിയുടെ മുൻ ഉദ്യോഗസ്ഥരടക്കം ഇതിന് വലിയ വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല അമേരിക്കയിലെ പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇത് ചർച്ച ചെയ്യണമെന്ന ആവശ്യവുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. BBC അടക്കമുള്ള വാർത്താ ഏജൻസികൾ ട്രംപിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനമാണ് ഉയരുന്നത്. കാരണം അവരെയൊക്കെ തന്നെ ഒരു കെണിയാക്കുകയായിരുന്നു. അതായത് ഡെക്കോയ് എന്ന വാക്കാണ്. അവരെയൊക്കെ തന്നെ കെണിയിൽപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ട്രംപ് നടത്തിയ തീർത്തും വ്യക്തി താല്പര്യം മുൻനിർത്തിയുള്ള ഒരു നീക്കം, അതൊരു ചതിയായിരുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൂടി ഇപ്പോൾ വരുന്നു. ട്രംപിൻ്റെ ഒരു പ്രതികരണം മാത്രമാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഇല്ലാതായാൽ നിങ്ങളും ഇല്ലാതാകും എന്നാണ് ഇതേക്കുറിച്ച് ചോദിച്ചവരോട് ട്രംപ് മറുപടി പറഞ്ഞത്. അങ്ങനെ യുക്തിസഹമല്ലാത്തൊരു മറുപടി പറഞ്ഞുകൊണ്ട് സ്വന്തം തടി രക്ഷിക്കാൻ ട്രംപ് എയർഫോഴ്സ് 1 വിമാനം ഒഴിവാക്കി അതിൽ മറ്റുള്ളവരെ ഇരുത്തിക്കൊണ്ട് മറ്റൊരു ചെറിയ വിമാനത്തിൽ രഹസ്യമായി യാത്ര ചെയ്യുകയും പിന്നീട് രഹസ്യമായി തന്നെ ബ്രിട്ടനിൽ വെച്ച് ഈ വിമാനത്തിലേക്ക് തിരികെ കയറുകയും ചെയ്തു എന്ന ഒരു കാര്യമാണ് പുറത്തു വരുന്നത്. ട്രംപിൻ്റെ പ്രതിച്ഛായയെ വളരെ മോശമായി ബാധിക്കുന്ന ഒരു കാര്യമായി ഇത് മാറിയിട്ടുണ്ട്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ഈ നീക്കം വലിയ വിവാദത്തിന് ഇടവച്ചിരിക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.